ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു സിനിമ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ആ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ജാതി മതം ഇതാണ് നോക്കേണ്ടത്. അവരുടെ ജാതകവും കൂടെ നോക്കി അതുകൂടെ പരിശോധിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ സിനിമയിൽ പണം മുടക്കിയേക്കുന്നവരുടെ അവരുടെ ജാതിയാണ് ഏതാണ്, മതം ഏതാണ്, ഇതൊക്കെ നോക്കണം. ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരു ബാലൻസിങ് ആക്ട് എന്നാണ് ചിലർ പറയുന്നത്. എന്താണെന്നറിയോ, എന്തോ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു കഥ ഒരാൾ എഴുതുന്നു. ഇപ്പോൾ എമ്പുരാനെ തന്നെ ശ്രീ മുരളി ഗോപിയാണ് അതിൻ്റെ കഥ എഴുതിയേക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു കഥ എഴുതുന്ന കഥയാണത്. കഥ ചിലപ്പോൾ ചരിത്ര സംഭവങ്ങളുമായിട്ട് സാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം, അത് നമ്മൾ നോക്കണം. ഈ രീതി അതിനെ അപഗ്രഥിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വിവരക്കേടാണ്. അത് പണ്ട് നടന്ന സംഭവമാണോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ അത് ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് എടുക്കണം. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വന്നു, വളരെ കഷ്ടപ്പെട്ട് ആണ് ഒരു സിനിമ എടുക്കുന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് ഒരു സിനിമ എടുത്തു. അത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് മതമുണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹത്തിനെ ISISന്റെ ആളെന്ന് വിളിക്കുന്നു. എനിക്ക് ചിരിയായി ഇതിൽ വരുന്നത് കേട്ടോ. കാര്യം അങ്ങനൊന്നും അല്ല. മനുഷ്യൻ നല്ല ഒരാളാണ്. അയാൾ ഒരു നല്ല കലാകാരനാണ്, കഴിവുള്ള ഒരാളാണ്, മിടുക്കനാണ്. അയാൾ ഒരു സിനിമ എടുത്തു പോയി, അതേ അയാൾ ചെയ്ത് തെറ്റുള്ളൂ. എന്നിട്ട് ഇപ്പോൾ അയാളെ ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ നന്നാവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് മാറിപ്പോകുന്നത്. അത് വളരെ ദോഷമാണത്. ഇനി മാത്രമല്ല, ഇതിനകത്ത് ഏതാണ്ട് കട്ട് വരുത്തി. ഞാനിത് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നത് പറയാനൊരു കാര്യമുണ്ട്, ഇല്ല ഞാൻ ഇത് പറയത്തില്ലായിരുന്നു. ഇന്ന് ഒരു ന്യൂസ് വന്നേക്കുന്നത് സീറോ മലബാർ സഭ ഈ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് വന്നേക്കുന്ന ന്യൂസ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഏതോ ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗങ്ങൾ കാണിക്കുന്നെന്നും, ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല കാണിക്കുന്നൊന്നും. സബ്ജക്റ്റ് കറക്ഷൻ കാണാത്തതുകൊണ്ട് എനിക്കറിയാൻ വയ്യ. അതിനകത്ത് ഏതാണ്ട് കുരിശൊടിഞ്ഞ് വീഴുന്നത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കുരിശൊടിഞ്ഞ് വീഴുന്നത് നമ്മളിപ്പോൾ കണ്ടു കേട്ടോ ഒരിടത്ത്. ഒരു മലയെ കൊണ്ടുവന്നിട്ട് ഈ സർക്കാർ വസ്തു കയ്യേറിയിട്ട് അവിടെ കൊണ്ടുവന്നൊരു കുരിശ് സ്ഥാപിച്ചു. അത് ഒടിഞ്ഞു വീഴുന്ന ഞാൻ കണ്ടതാണ്. ഒടിഞ്ഞു വീഴല്ല, ഒടിച്ചിട്ടതാണ്. അത് ഞാൻ കണ്ടു. അതല്ലാതെ ഈ സിനിമയ്ക്കകത്ത് അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് ഇനി അങ്ങനെയൊക്കെ കാണിച്ചാലും അത് ഒരു സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നതല്ലേ. ഒരു മുസ്ലിം പള്ളി ഇടിച്ചിരുന്നത് കാണിച്ചോളൂ, അതിലെന്താ കുഴപ്പം? ഒരു ക്രിസ്ത്യൻ പള്ളി ഇടിഞ്ഞ് വീഴുന്നത് കാണട്ടെ. ഇവിടെ ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ എന്തിനാണ് ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഈശ്വരന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നതാണ് ഈ ആരാധനാലയങ്ങളെല്ലാം. അത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളായാലും ക്രിസ്ത്യൻ പള്ളികളായാലും മുസ്ലിം പള്ളികളായാലും എല്ലാം ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇരിപ്പിടം ആയിട്ടാണ്, ദൈവത്തിന്റെ വാസസ്ഥലമായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതൊഴിച്ചാൽ ബാക്കി എന്താ ഉള്ളത് ഇതിനകത്ത്? അപ്പൊ ഈ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ, പണ്ടത്തെ സിനിമ എടുക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കിക്കൊള്ളൂ. ഇപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ, അത് ഇന്നത്തെ കാലത്ത് അന്നെങ്കിൽ എടുക്കാൻ പറ്റുമോ ഈ പരുവത്തിന്? അപ്പൊ പരീക്കുട്ടിയും കറുത്തമ്മയായിട്ടുള്ള പ്രണയമാണ് അതിന്റെ പ്രമേയം. ഇന്നത് എടുത്താൽ എന്ത് ജിഹാദാവും? അതാണ് നമ്മൾ ആലോചിക്കണ്ടേ. ഇതേപോലെ എത്രയോ സിനിമകൾ, ഇന്റർകാസ്റ്റ് മാരേജ് കാണിക്കുന്ന സിനിമകൾ തന്നെ എത്രയോ എടുത്തിട്ടുണ്ട്. അന്നൊന്നും ആർക്കും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെ ഈ കോലാഹലങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനല്ല ചിന്തിക്കുന്നത്. ഒരു ഇപ്പൊ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഞാനല്ല അത് പറഞ്ഞത്. പല നേതാക്കൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ലോ. നേതാക്കൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ അത് മാറിപ്പോയെന്ന് ഞാൻ ചോദിച്ചു. അത് നേരത്തെ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതല്ലാതെ എൻ്റെ അഭിപ്രായമല്ല. വേണ്ടവന്മാർ കണ്ടാൽ മതി. ഇനി ഒരാൾ ഒരു കഥ എഴുതുന്നു, ശരി, അത് ഇഷ്ടമുള്ള വായിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട് പ്രേമലേഖനം. അതിനകത്ത് സാറാമ്മയും ആയിട്ടുള്ള പ്രേമമാണ് എഴുതി വെച്ചേക്കുന്നത്. എന്ത് രസകരമായ ഒരു കഥയാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ തട്ടും ആ കഥ. ആ രീതിയിലുള്ള ഒരു കഥയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബഷീർ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു കഥ എഴുതാൻ പറ്റുമോ? കഥ എഴുതുമോ? തീർന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ബഹളവും പഴക്കമല്ലേ ഉണ്ടാവാൻ പോകുന്നത്. അന്നത് എഴുതാൻ പറ്റുമായിരുന്നു. അന്ന് മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നേ. ഇന്ന് മനുഷ്യത്വം മാറി മതങ്ങൾ മാത്രം ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം.
ഇതൊക്കെ ഒന്ന് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കണ്ടേ? ഇതിനകത്ത് എന്താ കാണിച്ചേക്കുന്നത് എനിക്ക് അറിയില്ല. ഇനി ഏതായാലും ഓരോ മതത്തിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഈ പൃഥ്വിരാജ് വളരെ കഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിപ്പോൾ 24 ഭാഗങ്ങൾ അങ്ങാണ്ട് അതിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനെ അത്രയും ശരിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ വിചാരിച്ചപ്പോൾ. പക്ഷേ വിദേശികൾ ഭാഗ്യമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒറിജിനൽ വെർഷൻ അവർക്ക് കാണിക്കാൻ കിട്ടും. വിദേശ രാജ്യങ്ങളിൽ അവിടെ പ്രശ്നമില്ല. ശരിയാണ്, അവിടെ ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ഇതും പൊക്കി പിടിച്ചുകൊണ്ടുണ്ടാക്കണമെന്ന് അവിടെ ആർക്കും സമയമില്ല. ഇവിടെ ജോലിയില്ലാത്തവന്മാരാണ് ഈ മതം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ. ഇത് ഏത് വർഗത്തിലായാലും ഏതിലായാലും, ഞാൻ പറഞ്ഞ ഒരു ജാതി എന്നല്ല പറഞ്ഞ എല്ലാ മതങ്ങളുടെയും മതമേലധ്യക്ഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് ഇന്ന് തുരന്ന് കണ്ടിടിക്കുക. അതായത് ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ഈ മമ്മൂട്ടിക്ക് വേണ്ടി അസുഖത്തിന് മോഹൻലാൽ ശബരിമലയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചെന്ന്. കാരണം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് മമ്മൂട്ടി തൗബ ചെയ്യണമെന്ന് പറഞ്ഞ മുസ്ലിയാരുണ്ട്. എനിക്കറിയത്തില്ല എന്തുവന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് വേണ്ടി എത്രയോ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഈ കണക്കിന് എത്രയോ തൗബ ചെയ്യണം. ഇത് ആരാ ചെയ്യേണ്ടത്? എനിക്കറിയത്തില്ല. ഇത് ഈ രീതിയിലായി. ഇനി എന്തായാലും മോഹൻലാൽ തൗബ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ, വളരെ വലിയ കാര്യം. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഒരു മതത്തിൻ്റെ നല്ല എല്ലാ മതത്തിനും ഉള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഈ മതത്തിന്റെ അതിപ്രസരം ഉണ്ടല്ലോ, ഏത് കാര്യത്തിലേക്കും കൊണ്ടുവരാൻ പോകുമ്പോൾ ഈ കലാമൂല്യങ്ങൾ കലാസൃഷ്ടികൾ നശിക്കുകയാണ്. അവിടെ മുരളിഗോപി ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. കാരണം അയാൾക്ക് പ്രതിഷേധമുണ്ട് അതിനകത്ത്. ന്യായമല്ലേ? അയാളുടെ ഒരു സൃഷ്ടിയാണ്. അയാളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് എഴുതി അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിച്ച് എഴുതിയ ഒരു കഥയാണ്. അതിനകത്ത് അത് വെട്ടിമുറിക്കാനും അത് വികലമാക്കാനും ആർക്കധികാരം കൊടുക്കുന്നു ഇന്ന്? അതൊക്കെയല്ലേ ഇവിടെ വേണ്ടത്. അപ്പൊ അത് ആ രീതിയിൽ യഥാർത്ഥത്തിൽ ഈ സിനിമ ഇതുപോലെ അത് എഡിറ്റ് ചെയ്യാൻ തയ്യാറായത് തന്നെ വളരെ വലിയ വിവരക്കേട്. പിന്നെ അവർക്ക് മാർഗമില്ല. കാരണം ഇതിങ്ങനെ മുമ്പോട്ട് ഇത് വെട്ടിമുറിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമല്ലോ മൊത്തം. ചിലപ്പോൾ ഇനി തിയേറ്ററിൽ ആൾ കയറി ഇത് കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ വേറെ അതിന് ഉള്ള വരുമാനമൊക്കെ പോകുമായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചെടുക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് ഈ രീതിയിൽ ഒരുപാട് വൈതരണികളെ മറികടന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. അവസാനം ചെയ്തു വരുമ്പോഴോ ഇതിങ്ങോട്ട് ഇറങ്ങുന്നുണ്ടേ മുസ്ലിം കണ്ടിട്ട് അത് ഇന്നത് ചെയ്തേക്കുന്നു, ക്രിസ്ത്യാനി കണ്ടിട്ട് അവിടെ കുരിശൊടിഞ്ഞു കൊണ്ടേക്കുന്നു, പിന്നെ ഹിന്ദുക്കൾ കണ്ടിട്ട് അത് എല്ലാ ഹിന്ദുക്കളും പറയത്തില്ല കേട്ടോ, കണ്ടിട്ട് അത് ഇങ്ങനെ ചെയ്തേക്കുന്നു. ഇത് ചരിത്ര സംഭവമാണ് എന്ന് ആ സിനിമയെ കാണിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല കാണിച്ചിട്ടുണ്ടോ. അതൊരു സിനിമയുടെ കഥയായിട്ട് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് നേരത്തെ ആളുകൾ പറഞ്ഞ് തന്നെ കടമെടുത്ത് ഞാനും പറയുന്നതാണ്. അത് കഥയായ പോലെ ഒരാൾ അത് മുരളിഗോപിയുടെ ഭാവനയെ തെളിഞ്ഞ ഒരു കാര്യമാണ് ആ സിനിമയിൽ എഴുതി വെച്ചേക്കുന്നത്. അത് ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് വലിയ പ്രശ്നമായി. ഇഷ്ടമില്ലാത്തവൻ വായിക്കണ്ട, ഇഷ്ടമില്ലാത്തവർ ഇത് കാണാൻ പോകണ്ട, അത്രേ ഉള്ളൂ. ചിലർ പറയും ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഇത് വന്നിരുന്ന് പറയാനെന്ന് ചോദിക്കും. അതിന് ഞാൻ മറുപടി പറയണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്, ഞാനിത് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു, ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളോ കേൾക്കണം, അല്ലെങ്കിൽ കേട്ടിട്ട് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകണം. അത് വേണ്ടെന്നുള്ള ഒരു ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞാൽ മതി. പൃഥ്വിരാജ് നന്നായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. നോക്കിയപ്പോൾ എന്താ, അത് ഇങ്ങനെ ബോക്സ് ഓഫീസിലൊക്കെ വലിയ ഹിറ്റ് ആവുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങോട്ട് നോക്കി കഴിയുമ്പോഴേ അതിനകത്ത് എങ്ങനെയെങ്കിലും അയാളെ അങ്ങ് തകർക്കണം. ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സമാധാനമാകും. ആവുമെങ്കിൽ ആയിക്കോളും. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നല്ലൊരു നടനാണ്, വളരെ കഴിവുള്ള ഭാവിയുള്ള ഒരു സംവിധായകനുമാണ് അദ്ദേഹത്തിനെ ഇതുപോലെ തകർക്കരുത്. അദ്ദേഹത്തിൻ്റെ കലാമൂല്യം ഉള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെ തച്ചുടയ്ക്കാനായിട്ട് നിൽക്കരുത്. വളരെ ദോഷമാണ് ആ കാണുന്നത്. നമ്മുടെ നാടിനോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. പൃഥ്വിരാജ് സുകുമാരൻ എൻ്റെ ബന്ധുവല്ല, ആരുമല്ല എനിക്ക്. പക്ഷേ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നത് ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയ്ക്കാണ് അയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനിയും ഇഷ്ടമാണ് എനിക്ക്. അത് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെ ഇഷ്ടമാണ്. ഇനി അതേപോലെ തന്നെ മുരളിഗോപി വളരെ കഴിവുള്ള ഒരു സ്ക്രീൻ പ്ലേ തിരക്കഥാകൃത്താണ്. അദ്ദേഹം എഴുതുന്ന കഥ അത് എഴുതി, അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എഴുതിയത്. ഇഷ്ടമില്ലാത്തവൻ അത് കാണണ്ട, ഞങ്ങൾ തിയേറ്ററിലോട്ട് പോകുന്നില്ല, മതി. അതിന് ഇനി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഇനി ഇത് അഭിനയിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു വാങ്ങിക്കണം. അത് അതിലും വലിയ കാര്യം.
അത് എഴുതുകയാണ് ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിൻ്റെ ഇത് തിരിച്ചെടുക്കണം. അദ്ദേഹത്തിന് കൊടുത്ത ഒരു സാധനമാണ് കേട്ടോ, ഒരു മലയാളിയായിപ്പോയി, അതാണ് പ്രശ്നം. കിട്ടി, അതിനി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. അതായത് ഇനി ലാലിനെ കൂടെ ഇതേപോലെ അവമാനിക്കണം, അതാണ് വേണ്ടത്. ഇതൊക്കെ എന്താ കാര്യം? ഒരു കഥ അഭിനയിച്ചു, ഇതിനൊക്കെ എത്രയോ പേര് ഇത് അഭിനയിച്ച്, ഇത് ഓരോ സിനിമകളും നിങ്ങൾ പഴയതൊന്നും എടുത്ത് നോക്കിക്കോളൂ, ചെകഞ്ഞു നോക്കിക്കോളൂ. അതൊക്കെ ഈ രീതിയിൽ പറയാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ കാര്യങ്ങളല്ലേ അതിലെല്ലാം കാണുന്നത്. അന്നൊന്നും ഈ പരാതി ഇല്ലല്ലോ ആർക്കും. അപ്പൊ അന്ന് ചിന്തിക്കാൻ ആണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളൊക്കെ പറയാം. ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം അന്ന് ഇത്രത്തോളം ബോധമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അന്ന് സുഖമായിരുന്നു, സന്തോഷമായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു ആളുകൾ തമ്മിൽ. ഇപ്പൊ നമുക്കൊക്കെ വലിയ ബോധം വന്നല്ലോ, വിവരം വന്നു കഴിഞ്ഞപ്പോൾ പരസ്പരം അടുപ്പം ഇല്ലാതായി. എങ്ങനെ വെറുക്കണം എന്നുള്ളതിനെ കുറിച്ച് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പഠിക്കുന്നത്. അങ്ങനെ ആകരുത്. ഈ സിനിമ ഇനിയെങ്കിലും ഒന്ന് വെറുതെ